കോട്ടയം അയർക്കുന്നത്ത് പശ്ചിമബംഗാൾ സ്വദേശിനിയെ ഭർത്താവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി സംശയം. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്നു. നിർമ്മാണം നടക്കുന്ന ആ വീടിന് സമീപത്താണിപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. പ്രതി ചൂണ്ടിക്കാണിച്ച സ്ഥലം ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി ജോൺസണുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, പ്രതി ചില സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന അല്പം മുമ്പ് നമ്മൾ കണ്ടിരുന്നു. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ കുഴിച്ച് പരിശോധന നടത്തുകയാണോ? ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, പ്രതി ഇപ്പോൾ സംശയിക്കുന്ന സ്ഥലം അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തുകയാണോ ഇപ്പോൾ? നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു എന്തോ ഒന്ന്, അത് ബോഡിയാണെന്ന് തോന്നുന്നു. ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതി ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്ത് തന്നെയാണ് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ആ ബോഡി കണ്ടെത്തി, മൃതദേഹം കണ്ടെത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇനി വിശദമായിട്ടുള്ള പരിശോധനകൾ, ഫോറൻസിക് പരിശോധനയാണ് വേണ്ടത്. അധികം ആഴത്തിലൊന്നുമല്ല, ഈ മണ്ണ് മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതായത് മൃതദേഹത്തിന്റെ മുകളിൽ മണ്ണ് മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ബോഡി കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. അല്പസമയം മുമ്പാണ് പ്രതി ഇവിടെ എത്തി കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതൊരു കൊലപാതകത്തിലേക്ക് തന്നെ ആണെന്നുള്ള വിവരം ആദ്യമേ പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്തായാലും ആ വ്യക്തമായിട്ടുള്ള പരിശോധന, അന്വേഷണം ആ കൊലപാതകം തെളിയിച്ചു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ബോഡി പുറത്തെടുക്കാനുള്ള ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ണ് മാറ്റി പതുക്കെ, അതായത് സാധാരണ നമ്മൾ കാണുന്നത് ആഴത്തിൽ കുഴിയെടുത്ത് മറവ് ചെയ്യുന്നതാണ്, മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതാണ് പല കൊലപാതക കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വെറുതെ മണ്ണ് മാത്രം കോരി അതിന് മുകളിലേക്കിട്ട് മൂടിയിട്ടിട്ടാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ സംഭവം പുറത്തറിഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പുതിയ വീടാണ്. പുതിയ വീടിന്റെ പണി കഴിഞ്ഞ് അവർ കയറി താമസത്തിന് വേണ്ടി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ചുറ്റുവശം ശരിയാക്കുന്നതിന് വേണ്ടിയാണ്, അതായത് വീടിന് ചുറ്റുമുള്ള പരിസരം വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിയെ ജോലിക്ക് വിളിച്ചത്. അവിടെയാണ് പ്രതി ഈ മൃതദേഹം മറവ് ചെയ്തത്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് CCTV ആണ്. പ്രതി ഇവിടേക്ക് വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അപ്പോൾ ഈ പ്രതിക്കൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു. എന്നാൽ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒറ്റയ്ക്കാണ് ഇറങ്ങിപ്പോകുന്നത്. അത് കേസിൽ വളരെയധികം ഈ പറഞ്ഞ പ്രതി മൊഴി നൽകിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചത് ഈ CCTVയുടെ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചപ്പോഴാണ്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയത് ഈ വീടിന്റെ സൈഡിൽ വെച്ചാണ്, ഈ വീടിന്റെ വശത്തുള്ള ഒരു ഡോറിന്റെ അടുത്ത് വെച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.